ഒരു ദ്രോഹി കാരണം താടി വെക്കേണ്ടത് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളുടെ മാത്രമല്ല, മലയാളി പ്രേക്ഷകർ ഹതഭാഗ്യരായി പോയത് അതിനാലാണ്. താടി വെച്ച ഫോട്ടോകൾ കാണുമ്പോൾ നിങ്ങളെ കൊണ്ട് വേണ്ടാത്ത ജോലികൾ ചെയ്യിച്ച അയാളെ ഞാൻ പ്രാകാറുണ്ട്. ഒരു നല്ല നടനെ നശിപ്പിച്ചതാണ്. മോഹൻലാലിന് ഇത്രയും ബുദ്ധിയില്ലായിരുന്നെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്. മോഹൻലാൽ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നടനെന്നാണ് ഇനി താടിയെടുത്ത് അഭിനയിക്കുന്നതെന്നത്. വളരെ കാലമായി മോഹൻലാൽ താടി വെച്ചാണ് ബിഗ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇതിനെതിരെ പലപ്പോഴും ആരാധകർ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി മോഹൻലാൽ താടിയെടുത്തു വന്ന സിനിമ ഒടിയനായിരുന്നു. ശേഷം വന്ന എല്ലാ സിനിമകളിലും മോഹൻലാൽ താടി വെച്ചു. തങ്ങളുടെ പഴയ മോഹൻലാൽ ആകണമെങ്കിൽ താടിയെടുക്കണമെന്നാണ് പ്രേക്ഷക ആവശ്യം. ഇതിനി സാധ്യമാണോ അല്ലയോ എന്നത് കാത്തിരുന്ന് തന്നെ അറിയേണ്ടതാണ്. ഇക്കാര്യത്തെപ്പറ്റി ശാന്തിവിള ദിനേശ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഒരു ദ്രോഹി കാരണം താടി വെക്കേണ്ടത് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളുടെ മാത്രമല്ല, മലയാളി പ്രേക്ഷകർ ഹതഭാഗ്യരായി പോയത് അതിനാലാണ്. താടി വെച്ച ഫോട്ടോകൾ കാണുമ്പോൾ നിങ്ങളെ കൊണ്ട് വേണ്ടാത്ത ജോലികൾ ചെയ്യിച്ച അയാളെ ഞാൻ പ്രാകാറുണ്ട്. ഒരു നല്ല നടനെ നശിപ്പിച്ചതാണ്. മോഹൻലാലിന് ഇത്രയും ബുദ്ധിയില്ലായിരുന്നെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന തന്റെ യൂട്യൂബ് ചാനലിൽ ആയിരുന്നു സംവിധായകന്റെ പ്രതികരണം. മോഹൻലാലിന്റെ സിനിമകളെക്കുറിച്ചും ശാന്തിവിള ദിനേശ് സംസാരിക്കുന്നുണ്ട്. താങ്കൾ ഋഷഭ എന്ന പടം ചെയ്യുന്നു, എമ്പുരാൻ വരാൻ പോകുന്നു, എവിടെയൊക്കെയോ പോയി ഷൂട്ട് ചെയ്തെന്ന് പറയുന്നു. എമ്പുരാന്റെ 1-ാം ഭാഗം പോലും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. അത് ചിലപ്പോൾ എൻ്റെ വിവരക്കേട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്തരം സിനിമ കാണാനുള്ള സെൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പുറകെ ബറോസ് വരുന്നു, ശേഷം 200 കോടി ബജറ്റിൽ എപ്പിക് ആക്ഷൻ ഫിലിം വരുന്നു. ഇതൊന്നുമല്ല മോഹൻലാലെ തൽക്കാലത്തേക്ക് ആവശ്യം. നിങ്ങൾ ജനപ്രിയമാകാവുന്ന ലൈറ്റായിട്ടുള്ള സിനിമകൾ ചെയ്യൂ. നിങ്ങളെ എപ്പോഴും പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് എന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്.